ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഫ്രോക്ക് നൈറ്റീൻ്റെ പാറ്റേൺ നോക്കാം. നമ്മൾ എ ലൈൻ കുർത്തയിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഫ്രോക്ക് നൈറ്റിയിൽ വരുന്നുള്ളൂ. ആദ്യം ഫുള്ളായിട്ടുള്ളൊരു ബ്രൗൺ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നേരെ പകുതിയായിട്ട് മടക്കുക. ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡിങ് ഉള്ള ഏരിയ നമ്മുടെ വശത്ത് വെക്കണം. ആദ്യം നമുക്ക് മേലേന്ന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം സീമിന് വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഇതിൽ പാറ്റേണിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ താഴെ നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്. ഒരു 8 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 8 ഇഞ്ച് ഫുൾ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള അളവായിരിക്കണം നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ 48 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ചെസ്റ്റിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത്ത് വരുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കുറയ്ക്കുന്നതാണ്. അത് വരുന്നത് 30.5 ഡിവൈഡഡ് 4 മൈനസ് 1 ഇഞ്ച് 6.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം നോക്കാം. നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 3/4 ഇഞ്ച് കൂട്ടിയാൽ എത്രയാണോ അതാണ് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. ഇവിടെ 30.5 ഡിവൈഡഡ് 4 പ്ലസ് 3/4 ഇഞ്ച് 8.25 ഇഞ്ചാണ് കിട്ടുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഹാഫ് ഷോൾഡർ നോക്കാം. ഹാഫ് ഷോൾഡർ കണ്ടുപിടിക്കുന്ന ഷോൾഡർ ടു ഷോൾഡറിൻ്റെ പകുതി അതിനോട് 1 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്നതാണ്. ഇവിടെ 14 ഇഞ്ചാണ്. 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ചിനോട് 1 ഇഞ്ച് കുറച്ച് 6 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അതൊന്ന് സ്ക്വയർ ചെയ്ത് വരയ്ക്കാം ഇതുപോലെ. നമുക്ക് 1/4 ഇഞ്ച് താഴോട്ടേക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്യാം. അതുപോലെ താഴേന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ആം ഹോൾ ഷേപ്പിന്. ബാക്ക് ആം ഹോൾ ഷേപ്പിന് കോണിച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ ഡിവൈഡഡ് 12 ആണ്. 30.5 ഡിവൈഡഡ് 12 നമുക്ക് കിട്ടുന്നത് 2.5 ആണ്. ആ 2.5 ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടുന്നുണ്ട്. കസ്റ്റമർക്ക് വൈഡ് നെക്കാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ഡെപ്ത്ത് വന്നേക്കുന്നത് ഫ്രണ്ട് നെക്കിന് 6.5 ബാക്ക് നെക്കിന് 5 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഇത് ബാസ്ക്കറ്റ് നെക്ക് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം താഴത്തെ വീതി വരേണ്ടത് 2.5 ഇഞ്ചാണ്. കാരണം മേലത്തേനൊക്കെ 1/2 ഇഞ്ച് കുറച്ചിട്ട്. അപ്പം ഇതുപോലെ 1/2 ഇഞ്ച് കുറച്ച് ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ ഷോൾഡർ സ്ലോപ്പ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോളിന് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് ആം ഹോൾ കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 3/4 ഇഞ്ച് കൂട്ടിയാൽ എത്രയാണോ അതാണ്. അത് നമുക്കിവിടെ കിട്ടുന്നത് 29 ഡിവൈഡഡ് 4 പ്ലസ് 3/4 ഇഞ്ച് കിട്ടുന്നത് 8 ഇഞ്ചാണ്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടം പാർട്ട്
വേസ്റ്റിൻ്റെ വണ്ണത്തിനോട് 4 ഇഞ്ച് കൂട്ടിയിട്ടാണ്, അതായത് 8 ഇഞ്ചിനോട് 4 ഇഞ്ചും കൂടെ കൂട്ടി 12 ഇഞ്ചിൽ ബോട്ടം പാർട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എ ലൈൻ ഷേപ്പിൽ വേണം ജോയിൻ ചെയ്യാൻ. ഇപ്പം ഇത്രയാണ് ഫ്രോക്ക് നൈറ്റിൻ്റെ പാറ്റേൺ കട്ടിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് സീം ഇട്ട് കൊടുക്കണം. സീം ഇട്ട് കൊടുക്കാൻ താഴെ ഭാഗത്ത് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്, കാരണം നമ്മൾ ഫ്രില്ല് ജോയിൻ ചെയ്യാനുണ്ട്. പിന്നെ സൈഡിൽ 1 ഇഞ്ചും ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ചും ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച്. ഈ രീതിയിലാണ് നമ്മൾ സീം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നെക്കിൽ നിന്ന് തുടങ്ങാം. നമുക്ക് കട്ട് ചെയ്യാം. സീം ഇട്ടതിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കാം. ഇതുപോലെ ഒരെണ്ണം മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ബാക്ക് പാർട്ടെന്ന് എഴുതുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ആം ഹോളിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെയാണ് വ്യത്യാസം വരുന്നത്. അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഫ്രോക്ക് നൈറ്റിൻ്റെ പാറ്റേൺ കട്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.